ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടുകാർക്ക് കൈത്താങ്ങുമായി നാടും നഗരവും ഒന്നിക്കുന്നു. ദുരന്തഭൂമിയുടെ വീണ്ടെടുപ്പിനായി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് ഇന്ന് 11:30 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വയനാട്ടിൽ നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ പ്രാരംഭ ചർച്ചകൾ നടത്തും. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം അടിയന്തര നടപടികൾ സ്വീകരിക്കാനും മണ്ണിനടിയിൽപ്പെട്ടവരെ വീണ്ടെടുക്കുന്നതുവരെ രക്ഷാപ്രവർത്തനം നടത്താനും നിർദ്ദേശം നൽകി. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 200ഓളം പേരെയാണ് കാണാതായത്. എന്നാൽ മൂന്നിരട്ടി പേർ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. അതേസമയം അടിയന്തര സഹായം ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ടെന്നും ഉറ്റവരെ കണ്ടെത്തുന്നതിനാണ് ഇപ്പോൾ അടിയന്തര പ്രാധാന്യമെന്നും യോഗത്തിൽ വ്യക്തമാക്കി. ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഗ്രാമത്തിന്റെ വീണ്ടെടുപ്പ്, ജീവിത സമ്പാദ്യവും ഉപജീവനമാർഗവും നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങ് എന്നിവയ്ക്കാണ് മുഖ്യ പരിഗണന നൽകേണ്ടതെന്ന നിലപാടിലാണ് സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി സഹായങ്ങൾ സ്വീകരിച്ച് ഒലിച്ചുപോയ ഗ്രാമത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മറ്റു സംസ്ഥാനങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാനും കേന്ദ്ര സർക്കാരിന്റെ സഹായം വേഗത്തിൽ ലഭ്യമാക്കാനും ചീഫ് സെക്രട്ടറിയെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ വിദഗ്ധരെ ദുരന്തഭൂമിയിലേക്ക് കൊണ്ടുവരാനും സർക്കാർ തീരുമാനിച്ചു. 9 മന്ത്രിമാർ ഇപ്പോൾ വയനാട്ടിലുണ്ട്. 2 ടീമായി പ്രവർത്തനം ഏകോപിപ്പിക്കും. കൺട്രോൾ റൂമുകളിൽ മന്ത്രിമാർ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കൂടുതൽ ഫോറൻസിക് ഡോക്ടർമാരെ നിയോഗിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അതിനിടെ ദുരന്തഭൂമിയിൽ നിന്ന് ജീവിതത്തിലേക്ക് നടന്നുകയറിയവർക്ക് അന്നവും വസ്ത്രവും മരുന്നും എത്തിക്കാൻ നാടാകെ ഒരുമിക്കുകയാണ്. എല്ലാ ജില്ലാ കളക്ടർമാരും കളക്ടറേറ്റുകളിൽ ഇതിനായി പ്രത്യേക കൗണ്ടറുകൾ തുറന്നു. സാങ്കേതിക സർവകലാശാലയിലെ NSS യൂണിറ്റുകൾ മുഖേന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സർവകലാശാല തീരുമാനിച്ചു. ഭക്ഷണം, വസ്ത്രം, മരുന്നുകൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെ അവശ്യ സാധനങ്ങളുടെ ശേഖരണത്തിന് ജില്ലാ അടിസ്ഥാനത്തിൽ NSS പ്രോഗ്രാം ഓഫീസർമാർ മേൽനോട്ടം വഹിക്കും. ശേഖരിച്ച സാധനങ്ങൾ വയനാടെത്തിച്ച് മതിയായവ സംഭരിച്ചു വയ്ക്കാനും ആവശ്യാനുസരണം വിതരണം ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കും. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും സാധനങ്ങൾ ശേഖരിക്കാനുള്ള ഡ്രോപ്പ് ഓഫ് പോയിന്റുകൾ സ്ഥാപിക്കും. അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നേരിട്ട് സംഭാവന നൽകും. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസത്തിന് DYFI 25 വീടുകൾ നിർമ്മിച്ചു നൽകും. തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 5 കോടി രൂപ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി EV വേലു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കൈമാറി. തമിഴ് നടൻ വിക്രം 20 ലക്ഷം രൂപയും ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് 11 ലക്ഷം രൂപയും സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.